ഒരുമിച്ച് നെയ്പ്പത്തിലും തേങ്ങാപ്പാൽ ചിക്കൻ കറിയും ഉണ്ടാക്കിയാലോ ഇന്ന്? പണ്ട് വല്യപ്പ ഞങ്ങളെ വടക്കന്മാരെന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ വടക്കന്മാരുടെ നല്ല നെയ്പ്പത്തിലും തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ മാത്രമല്ല കാണാനും നല്ല മൊഞ്ചുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. നെയ്പ്പത്തിലിൻ്റെ കൂടെ ഏത് കറിയും ടേസ്റ്റ് ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കറിയാണ്. എന്നിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് അവസാനം നല്ല സ്ട്രോങ്ങിൽ ഒരു പാൽ ചായ. ആഹാ! അപ്പോൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക, ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിലും പറയണേ. അപ്പോൾ നമുക്ക് നമ്മളുടെ ചിക്കൻ കറി ആദ്യം ഉണ്ടാക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ പീസസാണ് എടുക്കുന്നത്. ഉണ്ടാക്കുന്ന വിധവും അളവും ഗ്രാമിൻ്റെ അളവോട് കൂടി തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ചിക്കൻ കറി മാത്രമാണ് ഉണ്ടാക്കുന്നത്. നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ 1 സവാള, 1 തക്കാളി, ദെൻ 5 വെളുത്തുള്ളി, 1 ഇഞ്ചി, 13 പച്ചമുളക്, ദെൻ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, ദെൻ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെയൊക്കെ ഗ്രാം അളവ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ദെൻ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ നെയ്പ്പത്തിനുള്ള അരി പുതിർത്തി വെക്കാം. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ മറ്റേ ലിങ്കിൽ നോക്കിയാൽ മതി നിങ്ങൾ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ചിക്കൻ കറി ആവുമ്പോഴത്തേനും നമ്മളുടെ അരി പുതിർന്ന് കിട്ടും. ഉള്ളിയും തക്കാളി നമ്മൾ സ്ലൈസസ് ആക്കി വെച്ചല്ലോ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. തേങ്ങ നമ്മൾ 2 കപ്പ് കറക്റ്റ് ഫുള്ളായിട്ട് എടുക്കണം. 2 കപ്പാണ് എടുക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ 3 പാലുകൾ ഉണ്ടാക്കും. തലപ്പാലും ഉണ്ടാക്കും, ദെൻ 2ാം പാലും 3ാം പാലും ഉണ്ടാക്കും. അതിൽ തലപ്പാലിൻ്റെത് എന്നോട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതെന്ന് പറയുമ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. പിന്നെ 2ാം പാലിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് പിഴിഞ്ഞെടുക്കും. ഞാൻ അങ്ങനെയാണ് എടുക്കാറ്. ദെൻ 3ാം പാലിന് കുറച്ചുകൂടെ വെള്ളത്തോട് കൂടിയിട്ടുള്ളൊരു പാലായിരിക്കും 3ാം പാലെന്ന് പറയുന്നത്. ഇത് 2ാം പാലാണേ. അപ്പോൾ നമ്മുടെ 3ാം പാല്, 2ാം പാല്, തലപ്പാൽ, അതായത് 1ാം പാൽ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതുക്കുക. എനിക്ക് മറ്റേ മിക്സി യൂസ് ചെയ്യുന്ന അത്ര ഇഷ്ടമില്ല. ഞാൻ മിക്കവാറും ഇതിലാണ് ചതുക്കിയെടുക്കലാണ്. നമ്മുടെ പച്ചമുളക് ചതുക്കുമ്പോൾ ഞാൻ 2 അവിടെ മാറ്റി വെക്കുന്നുണ്ട്, അവസാനം ഒന്ന് കീറിയിടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ മുഴുവനും ചതച്ചെടുക്കാം. അതുപോലെ പച്ചമുളക് എൻ്റേത് കുറച്ച് എരിവ് കുറവുള്ളതാണ്. നിങ്ങൾ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഞാനിവിടെ 13 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ദെൻ പാൻ എടുക്കുക, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മുടെ സവാള ഇടുക. നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. കാരണം പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ കുടുക്കയിലൊക്കെ ഇതെല്ലാം കൂടെ ഇട്ട് വെളിച്ചെണ്ണ കൊഴിച്ച് അങ്ങനെയല്ലേ അവരുണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ കരിഞ്ഞു പോകുന്നു വേണ്ട. ദെൻ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതിടുക, പച്ചമുളക് ചതച്ചതിടുക. എന്നിട്ട് അതിനെ നന്നായിട്ട് ആ സ്മെല്ല് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ പൊടികൾ ഇടുമ്പോൾ ആദ്യം നമ്മുടെ മുളക് പൊടി ഒന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ടൊന്ന് വഴറ്റിയാൽ നമുക്ക് നല്ലൊരു കളറ് കിട്ടും നമ്മുടെ കറിക്ക്. ദെൻ ലാസ്റ്റ് ബാക്കിയുള്ള പൊടികളും കൂടെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയതിൻ്റെ ശേഷം കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് മസാല നന്നായിട്ടൊന്നിങ്ങോട്ട് മിക്സാക്കുക.
ദെൻ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇടും. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. മസാലയായിട്ട് ചിക്കൻ പീസസ് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിൻ്റെ ശേഷം നമ്മളുടെ തക്കാളി ഇടുക. എന്നിട്ട് അതും നന്നായിട്ടൊന്നും ഇങ്ങോട്ട് യോജിപ്പിക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ 3-ാം പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചതിൻ്റെ ശേഷം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. നന്നായിട്ട് കുക്കായി പോരുത്, കാരണം നമുക്ക് 2-ാം പാലൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടെ തിളപ്പിക്കാനുള്ളതാണ്. എനിക്കൊരു 20 മിനിറ്റ്സാണ് എടുത്തത്. ഇറ്റ് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ചിക്കൻ പോലെ ഇരിക്കും. ഞാൻ 20 മിനിറ്റാണ് മൂടി വെച്ചിട്ട് വേവിച്ചത്. മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയാണിത് കാണാൻ. മേലേക്ക് ഇങ്ങനെ ഓയിലൊക്കെ വന്നിട്ടുണ്ടാവും. ഈ കറി കാണാൻ നല്ല രസമാണ്. എന്നിട്ടില്ലേ, പതുക്കെയാണ് ഇനി നമ്മൾ അതിനെ മിക്സ് ചെയ്യേണ്ടത്. ഇനി അതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എനിക്കിവിടെ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കുറച്ചിടുന്നത്. അല്ലെങ്കിൽ എനിക്ക് കറിവേപ്പില നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇടാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച 2 പച്ചമുളകില്ലേ, അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ചീന്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പതുക്കെ മെല്ലെ സോഫ്റ്റായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മുതലൊരു 10 മിനിറ്റ് വരെ നിങ്ങൾക്കൊന്ന് വേവിക്കാം. ഇതാ ഇപ്പോൾ നോക്കിയേ, നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ ക്യാമറയിൽ അത് ശരിക്കും കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇവിടെയൊക്കെ നമ്മളിങ്ങനെ വളരെ ഇഷ്ടത്തോടെ മെല്ലെ മാത്രമേ ഇതിനെ ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരുന്നില്ല ഗരം മസാലയും കുരുമുളക് പൊടിയും, അത് വെതറി കൊടുക്കും. എന്നിട്ടും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് ഡണ്ണാണ്. കണ്ടില്ലേ, മേലൊക്കെ ഇങ്ങനെ റെഡ് കളറൊക്കെ വന്നിട്ട് നല്ല രസത്തിലാണ് ഇരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് പാല്, ആ 1-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ദെൻ മല്ലിയില മേലെ ഇങ്ങനെ വെതറും. നല്ല അടിപൊളി സാധനമാണ്, ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നെയ്പ്പത്തലിൻ്റെ കൂടെ കഴിക്കുക. നെയ്പ്പത്തലിൻ്റെ ലിങ്ക് ഉണ്ട്. ദെൻ ഇതുപോലത്തെ വിഭവമായിട്ട് വീണ്ടും വരാം.